നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ വിമാനാപകടത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ ലിയർജെറ്റ് 45 വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തന്റെ പാർട്ടിയായ NCPയുടെ ചിഹ്നമായ ക്ലോക്കിനെ ഓർമ്മിപ്പിക്കും വിധം കയ്യിലെ വാച്ചിലൂടെയാണ് അജിത് പവാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്നത് വിധി വൈപരീത്യമായി. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനം മുംബൈയിൽ നിന്ന് രാവിലെ 8:10 യാത്ര തിരിച്ചത്. 8:18 വിമാനം ബാരാമതി എയർപോർട്ടുമായി ആദ്യ ബന്ധം സ്ഥാപിച്ചു. 8:34 ലാൻഡിങ്ങിനുള്ള അനുമതി നൽകി. എന്നാൽ പൈലറ്റിൽ നിന്ന് സ്ഥിരീകരണ സന്ദേശങ്ങൾ ലഭിച്ചില്ല എന്നത് ദുരൂഹതയുണർത്തുന്നു. 8:43 വിമാനത്തിന്റെ സിഗ്നലുകൾ പൂർണ്ണമായും നിലച്ചു. 8:46 വിമാനത്താവളത്തിന് സമീപമുള്ള ഹൈവേയിലെ CCTVയിൽ ഒരു വൻ അഗ്നിഗോളവും പുകപടലങ്ങളും ദൃശ്യമായി. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ക്യാപ്റ്റൻ ശാംഭവി പതകായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് റൺവേ വ്യക്തമായി കാണുന്നില്ലെന്ന് പൈലറ്റ് അറിയിച്ചിരുന്നു. കാലാവസ്ഥാ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പൈലറ്റിനോട് രണ്ടാമതും റൺവേയിലേക്ക് സമീപിക്കാൻ ഗ്രൗണ്ട് സ്റ്റാഫ് നിർദ്ദേശിച്ചു. റൺവേ കാണാമെന്ന് പൈലറ്റ് ഒടുവിൽ മറുപടി നൽകിയെങ്കിലും ലാൻഡിങ്ങിന് ക്ലിയറൻസ് ലഭിച്ചതിന് പിന്നാലെ വിമാനം നിശബ്ദമാകുകയായിരുന്നു. ബാരാമതി വിമാനത്താവളം ഒരു അനിയന്ത്രിത എയർഫീൽഡാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ലോക്കൽ ഫ്ലൈയിങ് സ്കൂളുകളിലെ പൈലറ്റ്മാരാണ് ഇവിടെ ട്രാഫിക് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലാൻഡിങ്ങിന് അനുമതി ലഭിച്ചതിന് ശേഷം പൈലറ്റ് എന്തുകൊണ്ട് മറുപടി നൽകിയില്ല എന്നതും 3000 മീറ്റർ വിസിബിലിറ്റി ഉണ്ടായിട്ടും അപകടം സംഭവിച്ചതും ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദുരന്തം നടന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വിമാനത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങളും വൻ തീപിടുത്തവുമാണ് കാണിക്കുന്നത്. അതേസമയം അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നത് രണ്ടാമതും ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിലാണെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 വ്യക്തമാക്കി. VCR വെഞ്ചേഴ്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലിയർജെറ്റ് 45 വിമാനമാണ് ഇന്ന് രാവിലെ 8:45 ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും തുടർന്ന് വിമാനം തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. റൺവേയിൽ തൊടുന്നതിന് വെറും 100 അടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ദുരന്തം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വിമാനം താഴേക്ക് വരുമ്പോൾ തന്നെ ഇത് തകർന്നു വീഴുമെന്ന് തോന്നിയിരുന്നു. വീണ ഉടനെ വൻ ശബ്ദത്തോടെ വിമാനം പൊട്ടിത്തെറിക്കുകയും വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ 4-5 തവണ കൂടി പൊട്ടിത്തെറിയുണ്ടായെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. അപകടം നടന്നയുടൻ ഓടിയെത്തിയ നാട്ടുകാർ യാത്രക്കാരെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടരുന്ന തീ കാരണം ആർക്കും അടുത്തേക്ക് പോകാൻ പോലും സാധിച്ചില്ല. NCP അധ്യക്ഷനായ അജിത് പവാർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, സഹായി, പൈലറ്റ്, കോ പൈലറ്റ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു. പ്രാദേശിക ഭരണകൂട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ ജന്മനാടായ ബാരാമതിയിൽ 4 തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യാനാണ് അജിത് പവാർ രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഫെബ്രുവരി 5 നടക്കാനിരിക്കുന്ന ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. പതിറ്റാണ്ടുകളായി മഹാരാഷ്ട്രയിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലും ഗ്രാമീണ രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനമുള്ള പവാർ കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഐക്യത്തോടെ നിലനിന്നിരുന്ന കുടുംബം 2023 പിളർന്നത്. അജിത് പവാർ അമ്മാവനും പിതാമഹനുമായ ശരത് പവാറിന്റെ വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞ് BJP ശിവസേന സഖ്യത്തിൽ ചേർന്നു. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ പാർട്ടിയിൽ വളർന്നു വന്നതാണ് ഈ ഭിന്നതയ്ക്ക് കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും തന്റെ സഹോദരനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സുപ്രിയ സുലെ പലപ്പോഴും ആവർത്തിച്ചിരുന്നു.